പോകുന്നത് പൊട്ടറ്റോ വെച്ച് വളരെ ടേസ്റ്റി ആയുള്ള ഒരു സ്നാക്കാണ്, ടൊർണാഡോ പൊട്ടറ്റോ. കട്ടിങ്ങിന്റെ രീതി കൊണ്ടാണ് ഇതിനെ ടൊർണാഡോ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ ടൊർണാഡോ പൊട്ടറ്റോ. കട്ടിങ് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും ടേസ്റ്റിൽ സൂപ്പറാണ്. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 3 പൊട്ടറ്റോ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഇതുപോലെ ഈർക്കിലിയോ നീളമുള്ള സ്റ്റിക്കോ കമ്പിയോ ഏതായാലും പൊട്ടറ്റോയുടെ നടുഭാഗത്തു കൂടി ഇതുപോലെ കുത്തിയിറക്കുക. ഇനി ഇതുപോലെ സ്ലൈസ് ചെയ്യാം. സ്ലൈസ് ചെയ്യുമ്പോൾ ഒരു തുടർച്ചയായ കട്ടിംഗ് ആണ് വേണ്ടത്. പൊട്ടറ്റോ ഇതുപോലെ റോൾ ചെയ്ത് വേണം മുറിച്ചെടുക്കാൻ. സ്ലൈസ് ഒത്തിരി തിക്കാവാനും പാടില്ല. ഇനി പൊട്ടറ്റോ കട്ട് ചെയ്യാം. ഞങ്ങൾക്ക് കട്ടിങ് അത്ര വശമില്ലാത്തത് കൊണ്ട് അമ്മയാണ് സഹായിക്കുന്നത്. ഇനി അതിങ്ങനെ ഒന്ന് ചെറുതായി അകത്തി കൊടുക്കാം. ഇതുപോലെ. ഇനി കോൺഫ്ലോറിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കലക്കിയെടുക്കാം. നല്ല ലൂസ് ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതുപോലെ പൊട്ടറ്റോയുടെ മുകളിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കൂടുതലായി ഉള്ളത് ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൂർണ്ണമായി മുങ്ങിക്കിടക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു വശം ഫ്രൈ ആകുമ്പോൾ സൈഡുകൾ മാറ്റിയിട്ട് കൊടുക്കാം. ഇനി എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിൻ്റെ പരുവം. അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്യാനായി നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചാട്ട് മസാലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കുറേശ്ശെ സ്പ്രിങ്കിൾ ചെയ്യാം. നമ്മുടെ ടൊർണാഡോ പൊട്ടറ്റോ റെഡിയായി. സോസും മയോണൈസും കൂട്ടി ഇത് നമുക്ക് കഴിക്കാം.